ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്നിപ്പോൾ ഫോൺ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു രീതിക്കല്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം ശരിയാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇന്നിപ്പോൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, പിന്നെ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ മുരിങ്ങൊക്കെ കട്ട് ചെയ്ത് എല്ലാമൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറം തൊലിയൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഒരു വിളഞ്ഞ മാങ്ങ എടുത്തിട്ടുണ്ട്, അതും 3 പച്ചമുളക്. പിന്നെ ഉണക്കമീനാണ് മെയിനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമീൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏത് ഉണക്കമീൻ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഉണക്കമീൻ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിയലിന് കട്ട് ചെയ്തെടുക്കുന്ന രീതി ഉണ്ടല്ലോ, അപ്പോൾ അതേ രീതിക്ക് വേണം നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോഴും നമ്മളിതുപോലെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ചെറിയൊരു നാര് കണക്ക് വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതേ രീതിക്ക് തന്നെയാണ് മാങ്ങയും കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ കറിയുടെ ആവശ്യം അങ്ങനെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ ഇട്ടിട്ട് നമ്മൾ അവിയൽ വെക്കുമ്പോഴത്തേക്ക് മുരിങ്ങക്കയുടെയും മാങ്ങയുടെയൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു അവിയലിന് നമ്മൾ സവോള ചേർക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ മധുരം പോലെ നമുക്ക് തോന്നും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സവോള ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ തേങ്ങ അരച്ചെടുക്കുമല്ലോ അവിയലിന് വേണ്ടിയിട്ട്, നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി അരച്ച് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഈ നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം പണ്ട് കാലം മുതൽ കഴിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാടൻ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ആഗ്രഹവും കഴിക്കാനായിട്ടുള്ള ആ ഒരു കൊതിയൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം നമ്മളങ്ങനെ കഴിച്ച് വരുന്നത് കൊണ്ട് നമുക്കത് അറിയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഭക്ഷണത്തിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോഴിതെല്ലാം നമ്മൾ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അവിയലിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങക്കയും മാങ്ങയും കട്ട് ചെയ്ത ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടമുളക് ഉണ്ടല്ലോ, നല്ല മണമുള്ള മുളക്, അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുളകിൻ്റെ എരിയും മണമാണ് നമുക്ക് വേണ്ടത്. അപ്പോഴിനിയിപ്പം നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്ന തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് മീൻ കറിക്ക് അരയ്ക്കുന്ന അതേ പാകത്തിനൊന്നും അരച്ചെടുക്കല്ലേ. ഉണക്കമീനാണ് നമ്മൾ ചേർക്കുന്നതെങ്കിലും അവിയലിന് നമ്മൾ അരച്ചെടുക്കുന്ന അതേ രീതിക്ക് മാത്രം അരച്ചെടുത്താൽ മതിയേ. ഇപ്പം നമ്മൾ ഉണക്കമീൻ കറി വെക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ജീരകം ചേർക്കാറില്ല, വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കാറില്ലല്ലോ. അപ്പോഴും നമ്മൾ ഉണക്കമീൻ വെച്ചിട്ട് അവിയൽ വെക്കുമ്പോഴത്തേക്ക് ഇതിൽ ജീരകവും വെളുത്തുള്ളിയും നമ്മൾ ഒഴിവാക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കരുത്. പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണേ, ചെറിയുള്ളിയാണ് മെയിനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഉള്ളി അരച്ച് ചേർക്കുകയൊന്നും ചെയ്യരുത്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് കല്ലുപ്പ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കറിവേപ്പില വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കല്ലുപ്പ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ മണം അങ്ങ് തങ്ങി നിൽക്കുകയും ചെയ്യും, നല്ല പ്രത്യേകിച്ചൊരു മണമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നും ഞാൻ പൊടിച്ചൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഓരോ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഞാൻ ഇതുപോലെ വറുത്തെടുത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഓരോ ഐറ്റത്തിന് വേണ്ടിയിട്ടൊന്നും പൊടിച്ച് വെച്ചിട്ടില്ല. അപ്പോഴും നേരത്തെ നമ്മൾ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം അരച്ചൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഉണക്കമീൻ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വേറെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഈ അരപ്പിലൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കല്ലുപ്പൊക്കെ വെച്ച് കൊടുത്ത്, പിന്നെ കറിവേപ്പിലയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടും. അപ്പം നമ്മൾ ചേരുവയെല്ലാം കറക്റ്റ് പാകത്തിനൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൺചട്ടിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുന്ന കല്ല് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളവും കൂടെ ഞാനിങ്ങ് എടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കണേ, ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കല്ല്. അരപ്പ് ചേർക്കുമ്പോഴത്തേക്ക് കൈ നനച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കാറായിട്ടുണ്ട്. തീ നേരത്തെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെച്ചതിൻ്റെ തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ ഉണക്കമീൻ വെച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഇത്തിരി നേരം ആയിട്ടുണ്ട് നമ്മൾ അവിയലിന് വെച്ച് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അടിക്ക് പിടിക്കുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ കുറച്ച് വെള്ളം ഞാൻ കൈവെള്ളം കുടഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് മാത്രമല്ല മാങ്ങയുടെയും മുരിങ്ങക്കയുടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ടൊക്കെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ അവിയലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം, മെയിനായിട്ട് പെരുംജീരകം എടുക്കണം കേട്ടോ. പെരുംജീരകം നല്ല കണക്ക് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ആ മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് നല്ല ഒരു കറക്റ്റ് പരുവത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴിനി ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, നല്ല ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുമ്പോഴത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം. അതിൽ കൂടുതൽ ഒഴിക്കല്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അപ്പോഴേ തന്നെ ഇറക്കി വെക്കാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കുകയൊന്നും ചെയ്യരുത്. അപ്പോഴിതായിരുന്നു നമ്മളെ ഇന്നത്തെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ.